ചേംബറിൽ ഒരു ഫോമുണ്ട്, സ്വകാര്യ ഫോം. ആ ഫോമിൽ പ്രൊപ്രൈറ്റർ എന്ന് ഞാൻ അറിയാതെ എഴുതി. നമുക്കറിയാം, സ്വാഭാവികമായും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെയും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക സ്വാഭാവികമാണ്. അപ്പം പ്രൊപ്രൈറ്റർ ആയിരുന്ന ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. പാർട്ണർഷിപ്പിലേക്ക് ഡീഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫോമിൽ ഞാൻ തന്നെ അറിയാതെ പാർട്ണർഷിപ്പ് ഇത് എഴുതേണ്ടടുത്ത് ഞാനൊരു പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം എഴുതി. അത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. ചേംബറിലിരിക്കുന്ന ഫോമുകളിൽ 99% എല്ലാ ഫോമുകളും, എല്ലാ സിനിമകളുടെ ആയാലും പ്രോജക്റ്റ് ആയാലും എല്ലാം സ്വാഭാവികമായ തെറ്റുകളൊക്കെ വരും. അപ്പോൾ അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ആ തെറ്റ് മാത്രം ചൂണ്ടിക്കാട്ടിയിട്ട് ഈ പ്രാവശ്യം ചേംബറിൽ പ്രസിഡൻ്റായി മത്സരിക്കാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശ്രീ അനിൽ വി തോമസ്, അവിടെയാണ് എനിക്ക് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാനാണ് ഞാൻ പൂർണ്ണമായിട്ട് കാര്യങ്ങളിലേക്ക് വരുന്നത്. അനിൽ വി തോമസ് ഒരു നാടകം കളിക്കുകയും ഒരു എന്താ പറയുക വലിയ ഒരു ഗൂഢാലോചന എനിക്കിത് നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഇത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ പേരിൽ പ്രസിഡൻ്റായി മത്സരിച്ചു. ഇപ്പോഴത്തെ ഫിലിം ചേംബർ പ്രസിഡന്റ് ശ്രീ BR ജയിക്കിനോട് മനോഹരമായ, അദ്ദേഹം വളരെ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയി. അദ്ദേഹത്തിന് ലഭിച്ച 26 വോട്ടാണ് അനിൽ വി തോമസിന് കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ജനറൽ സെക്രട്ടറി ആകുന്ന വർഷം അദ്ദേഹത്തിന് എല്ലായിടത്തും മെമ്പർഷിപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇല്ലാത്തത് പുരുഷ സഹായ സംഘത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും മെമ്പർഷിപ്പ് ഉണ്ട്. ഇതെങ്ങനെ ഈ മെമ്പർഷിപ്പ് ഒപ്പിച്ചു എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. അദ്ദേഹം ഈരാറ്റുപേട്ട മെട്രോ തിയേറ്ററിൻ്റെ ഉടമയാണ്. 3 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ അടുത്ത നാളിൽ നിർമ്മിച്ച സിനിമയാണ് ഇതുവരെ. അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ദന്തഡോക്ടറാണ്. അദ്ദേഹം പരാതി 35 ലക്ഷം രൂപയ്ക്ക് ഈ പടം എടുക്കാം, അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ് എടുപ്പിച്ചിട്ട് പടം തുടങ്ങുന്ന തലേദിവസം പറഞ്ഞത് 50 ലക്ഷം രൂപ. എൻ്റെ തെളിവുണ്ട് കേട്ടോ, വെറുതെ ആരോപണം ഉന്നയിക്കില്ല. ആരോപണം ഉന്നയിച്ചാൽ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലോ. അവസാനം 50 ലക്ഷം രൂപ തീരുമെന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, ദന്തഡോക്ടറാണ്. പടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 85 ലക്ഷം രൂപയായി. തൃശ്ശൂരുള്ള ഒരു പലിശ കൊടുക്കുന്ന ആളിൽ നിന്നും പലിശയ്ക്ക് വാങ്ങി അദ്ദേഹത്തെ ഒരു പരുവാക്കി. അതുമാത്രമല്ല, അദ്ദേഹത്തോട് പറഞ്ഞു ഫ്ലവേഴ്സ് TV-യിൽ താൻ ഇവിടെ ഭരണസമിതി അംഗമായതുകൊണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഭരണസമിതി അംഗമായതുകൊണ്ട് ഇത് കൊടുപ്പിക്കാം, OTT കൊടുപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ പേരിലൂടെ വെച്ച് സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലൂടെ സെൻസർ ചെയ്തു. അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കോപ്പി കഴിഞ്ഞ ദിവസം ഞാൻ നൽകിയിരുന്നു. വീണ്ടും നൽകാം, നിങ്ങൾക്ക് ഒരാൾ നൽകിയാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറെ, ഒരു ഭരണസമിതി അംഗമായ ഒരാൾ ഒരു പ്രൊഡ്യൂസറെ സാമ്പത്തികമായി വഞ്ചിച്ചു. അതിൻ്റെ വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഹാജരാക്കാം, നിങ്ങളുടെ തരില്ല. അതിപ്പോൾ പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അതിനുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഹാജരാക്കുന്നതാണ്. മാത്രമല്ല, ഇദ്ദേഹം പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയമാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ മെമ്പറായത്? ഇനി അതിലേക്കാണ് വരുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇപ്രാവശ്യം ലഭിക്കേണ്ട പ്രസിഡന്റ് സ്ട്രിപ്പിലേക്ക് അനിൽ വി തോമസ് എങ്ങനെയാണ് വരുന്നത്? യോഗ്യത എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അദ്ദേഹം ഏത് പടമാണ് വിതരണം ചെയ്തത്? വെക്കടാ വെടി എന്ന സിനിമയാണോ വിതരണം ചെയ്തത്? എനിക്കറിയില്ല. ഒരു സിനിമയും ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ 6 വർഷത്തിലൊരിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ലഭിക്കുന്ന ഒരു അംഗീകാരം ചേംബറിൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ലാത്ത, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പർ അല്ലാത്ത, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. മെമ്പർ അല്ലാത്ത, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ ചേംബറിൽ 2008 ഏതോ ഒരു തുണ്ടുകടലാസ് കൊടുത്ത് അംഗമായ ഒരാൾ എങ്ങനെ മത്സരിക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളവിടെ 85 പേരുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ ചേംബറിൽ മെമ്പർഷിപ്പ് ഉള്ളവർ. ഞാൻ 2008 മുതൽ 2025 വരെ ചേംബറിൽ ഇപ്പോഴും ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. ചേംബർ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ചേംബർ ബൈലപ്രകാരം ഓഫീസ് ബേറേഴ്സ് മറ്റ് സംഘടനകളുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയായി എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ മെമ്പേഴ്സൊക്കെ വിളിക്കുന്നുണ്ട് ഇന്നലെ മുതൽ. ഈ അനിൽ വി തോമസ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ഭാഗമായി ഇവിടെ ചേംബർ പ്രസിഡന്റായി മത്സരിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ പ്രസ് ക്ലബ്ബിൽ അംഗത്വമില്ലാത്തവർക്ക് പ്രസ് ക്ലബ്ബിൽ കയറാൻ പറ്റും? എനിക്കറിയില്ല. നിങ്ങളത്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഗസ്റ്റായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ദുരൂഹതയുണ്ട്. ഇദ്ദേഹം ചേംബർ പ്രസിഡൻ്റായാൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും മലയാള സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് സത്യം. അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്കെതിരെ നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. നിർണായക ഘട്ടത്തിൽ ഞാനത് വെളിവിടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കട്ടവരെ നിലയിലേ പപ്പിരിക്കത്തുള്ളൂ.